ജാനു, എന്താ ജോലി കിട്ടിയോ? ഇന്റർവ്യൂ കാർഡാണ്. എന്ത് ജോലിക്ക്? എഞ്ചിനീയർ. അല്ലാതെ എന്ത്? നോക്കിക്കോളൂ, ഇപ്രാവശ്യം നിശ്ചയമായി ജോലി കിട്ടും. രാവിലെ ഇന്റർവ്യൂവിന് പോകുമ്പോ എതിരെ ഞാൻ ശകുനം വരാം. എന്നെ ശകുനം കണ്ടിട്ട് പോയ കാര്യം നടന്നു തന്നെ. ഓഹോ, ഇപ്രാവശ്യം നിശ്ചയമായി ജോലി കിട്ടും. രാവിലെ ഇന്റർവ്യൂവിന് പോകുമ്പോ എതിരെ ഞാൻ ശകുനം വരാം. എന്നെ ശകുനം കണ്ടിട്ട് പോയ കാര്യം നടന്നു തന്നെ. ജോലി കിട്ടിയോ? കിട്ടി. എനിക്കറിയാമായിരുന്നു കിട്ടുമെന്ന്. ഞാനപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ ശകുനം വന്നാൽ ആരുടെ കാര്യമായിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും നടന്നിരിക്കും. ചേച്ചി, 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 അദ്ദേഹത്തിന് ജോലി കിട്ടി. വാടക കുടിശ്ശികയൊക്കെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നോളാം. ചേട്ടനോട് പറഞ്ഞേക്കണേ. ജാനകി, നീ ഇവിടെ? ഞാനിവിടെ അടുത്താ താമസിക്കുന്നത്. എന്റെ ഭർത്താവ് KDCയിൽ എഞ്ചിനീയറാണ്. അതെയോ? ഓ, കണ്ടത് ഭാഗ്യമായി. നാളെ എന്റെ അനുജത്തിയുടെ കല്യാണമാണ്. രണ്ടുപേരും കൂടി വരണം. ഇതാ ഇൻവിറ്റേഷൻ കാർഡ്. പേരെഴുതാത്തതിൽ പരിഭവം തോന്നരുതേ. നമ്മൾ തമ്മിലോ? വരണം. ഞാൻ എല്ലാരോടും പറയും ജാനകി വരുമെന്ന്. വരാവുന്നേ. പോട്ടെ. അല്ല, പാചകം അറിയാമോ? അടുക്കളയിലേക്ക് കടന്നിട്ടില്ലാത്ത നീയാണല്ലോ എന്നും ഇവിടെ പാചകം. ഇന്ന് ഞാനായിക്കോട്ടെ എന്ന് കരുതി. ആവശ്യത്തിലേറെ ജോലി ഓഫീസിൽ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകം എന്ത് നന്നായി പോയത്. ഏതായാലും അതിന്റെ പേരിൽ ഭർത്താവിന്റെ സ്വന്തം കയ്യിലുണ്ടാക്കിയ ചായയുടെ പകുതി ഭാര്യയ്ക്ക് സമർപ്പിക്കും. കുടിച്ചു നോക്ക്. ആഹാ, നല്ല ചായ. അപ്പൊ ചായ അടിച്ച് ജീവിക്കാം. പിന്നെ നാളെ ലീവ് എടുക്കാൻ പറ്റുമോ? അയ്യോ, നാളെ ഓഫീസിൽ പിടിപ്പ് ജോലിയുള്ള ദിവസമാണ്. നാളെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണമാണ്. നിന്റെ ഫ്രണ്ടോ? നിനക്കിവിടെ ഏത് ഫ്രണ്ട്? ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴി എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോഴാ ക്ഷണിച്ചത്. അങ്ങയും കൂട്ടി ചെല്ലാമെന്ന് ഞാൻ ഏറ്റുപോയി. എന്താ ജാനു ചെയ്യുക? ഞാൻ ഓഫീസിൽ പുതിയ ചെന്ന് കയറുന്നതിന് മുമ്പ് ലീവ് ചോദിച്ചാൽ എന്നാ പറയും? ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സാധാരണഗതിയിൽ ഒരു ക്ലാഷ് വന്നാൽ എന്താ ചെയ്യാ? നീ കൂട്ടുകാരുടെ ക്ഷണം സ്വീകരിക്കും. നേരത്തെ അറിയാത്തതുകൊണ്ട് എനിക്ക് ലീവ് എടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. വരൂ ജാനകി. എന്താ ഇത്, തനിച്ചേ ഉള്ളൂ? ഹസ്ബൻഡ് എവിടെ? വലിയ കമ്പനിയിലെ എഞ്ചിനീയർ അല്ലേ, മുൻകൂട്ടി അറിയിച്ചാലേ ലീവ് കിട്ടുള്ളൂ. അനിയത്തിയുടെ പ്രസവത്തിന് കുഞ്ഞിനെ കാണാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം. എന്റെ ക്ലാസ്മേറ്റ് ജാനകി. ഭർത്താവ് എഞ്ചിനീയറാണ്. എന്താ ജാനകി അയാളെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞങ്ങളുടെ ഓഫീസിലെ പിയൂണ. എന്താ, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ പരിചയമുണ്ടോന്നോ? നല്ല ചോദ്യം. ഭാര്യയും ഭർത്താവുമോ? അതെ, ഭാര്യയും ഭർത്താവും. പ്യൂണായ ഭർത്താവും അതിഥിയായ ഭാര്യയും. ശരിയാണോ ജാനകി? അപ്പോ നീ കള്ളം പറയുമായിരുന്നു? എങ്ങനെ കള്ളം പറയാതിരിക്കും? അവളുടെ അച്ഛനെയും കുടുംബത്തെയും അവമാനിച്ച് സർവ്വ സ്വത്തുക്കളും വലിച്ചെറിഞ്ഞ് അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഒരു പ്യൂണിന്റെ കൂടെ എന്തിന് ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ കുറ്റൽ മുട്ടിപ്പോവില്ലേ? അതുകൊണ്ട് കള്ളം പറഞ്ഞു.
നിന്നെ അവൻ വഞ്ചിച്ചു. അവനും നീയും കൂടി നിന്റെ അച്ഛനമ്മമാരെ വഞ്ചിച്ചു. അവൻ നിന്നെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പോലും പഠിക്കില്ല. നോക്കിക്കോ. ജാനു, എന്നോട് ക്ഷമിക്കുക. നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ടി വരുമെന്ന്, ഇങ്ങനെ അപമാനിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നോക്കൂ, തന്റെ ഭർത്താവ് ഒരു കൂലി വേലക്കാരനാണെങ്കിലും അത് അന്തസ്സോട് പറയാൻ ഒരു സ്ത്രീക്ക് കഴിയും. പക്ഷെ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറഞ്ഞാൽ അതവക്ക് സഹിക്കാനാവില്ല. എന്ത് ജോലിയായിരുന്നാലും അതിനെ മാനിക്കുന്നവനാണ് ഞാനെന്ന് കള്ളം പറഞ്ഞത് നിന്നെ വഞ്ചിക്കാനായിരുന്നില്ല. അന്ന് ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നീ പൂർണ്ണ വിശ്വാസത്തോടെ എന്നോട് പറഞ്ഞു, നിന്റെ ശകുനം കണ്ടിട്ട് പോയാൽ എനിക്ക് ആ ജോലി കിട്ടും. ഞാൻ മടങ്ങി വന്നപ്പോഴും നിന്റെ മുഖത്ത് ആ വിശ്വാസം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. എന്തോ സത്യം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. അതിനുശേഷം എനിക്ക് ഈ ജോലി സ്വീകരിക്കേണ്ടി വന്നു. അങ്ങൊരു പ്യൂനാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചിലായിരിക്കുമെന്ന് അങ്ങ് കരുതിയോ? ഇല്ല ജാൻ, സന്തോഷത്തോടെ നീ അവരോടെല്ലാം പറഞ്ഞു, നിന്റെ ഭർത്താവ് ഒരു എഞ്ചിനീയറാണ്, സമ്പന്ന കുടുംബത്തിൽ പിറന്ന നിലയും വിലയുമുള്ള നീ താനൊരു പ്യൂണിന്റെ ഭാര്യയാണെന്ന് അറിയണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്റെ പ്യൂണന്മാരാരും മനുഷ്യരല്ലേ? ഞാൻ അങ്ങയുടെ കൂടെ ഇറങ്ങിപ്പോന്നത് പണത്തിനും നിലയ്ക്കും വിലയ്ക്കും വേണ്ടിയായിരുന്നു. ആ നല്ല മനസ്സിന് വേണ്ടി മാത്രമായിരുന്നില്ലേ? അതെ ജാൻ, നീ എനിക്ക് വേണ്ടി എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചു. പക്ഷേ ഞാൻ നിനക്ക് തന്നത് ഒരു കുടുംബത്തിന്റെ ചുമതല ശരിക്കും ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്തവൻ വിവാഹം കഴിക്കരുത്. അതിനേക്കാൾ ഭേദം മരണമാണ്. എന്തേ പറഞ്ഞത്? സത്യമാണ് ജാൻ. പണമില്ലാത്ത എനിക്ക് ദുഃഖം മാത്രമേ നിനക്ക് തരാൻ കഴിയൂ. ഇല്ല, ഞാൻ തോൽക്കില്ല. പണത്തിന്റെ പേരിൽ ആ പന്തലിൽ വെച്ച് നിന്റെ അച്ഛൻ നിന്നെ അപമാനിച്ചു. ഞാൻ ദരിദ്രനായതുകൊണ്ട് നീ അപമാനിക്കപ്പെട്ടു. ഞാൻ സത്യം ചെയ്ത് പറയുന്നു ജാൻ, ഇതിനൊക്കെ ഞാൻ പകരം വിട്ടു. ഞാനും പണക്കാരനാകും. പണത്തിന് മറുപടി പണം കൊണ്ട് തന്നെ പറയും. ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിയാണ്. അങ്ങ് എനിക്ക് വേണ്ടി കൂടുതൽ ദുഃഖിക്കരുത്. നിന്റെ സ്നേഹത്തിന് മുൻപിൽ ഞാൻ തോറ്റുപോകുന്നു. പക്ഷേ പണത്തിന് മുൻപിൽ തോൽക്കാൻ ഞാൻ തയ്യാറല്ല. അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ. കാണുന്നില്ല? എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയതായിരിക്കും. ഉടനെ വരും. ഇല്ല, എന്നോടങ്ങനെ പറയാതെ പോവുക പതിവില്ലല്ലോ സാർ. തലയ്ക്ക് വെച്ചിരുന്ന ഡ്രസ്സും കാണുന്നില്ല. ഉറക്കത്തിൽ ശല്യപ്പെടുത്തണമെന്ന് കരുതി പറയാതെ പോയതായിരിക്കും. കരയായിരിക്കൂ ജാനി. പോയാൽ വരാതിരിക്കുന്ന ആളാണ് മേനോൻ ചേട്ടനെന്ന് ജാനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം വരും. തീർച്ചയായും വരും. സാർ, വാടക ഇന്ന് 2 മാസം തികയാണല്ലോ. നിങ്ങൾ എവിടെയായിരുന്നു മിസ്റ്റർ മേനോൻ? വലിയ കഥയാണ് സാർ. വലിയ കഥയാണെങ്കിൽ പിന്നെ പറയാം. നിങ്ങൾ ആദ്യം പോയ ആ പാവത്തിനെ സമാധാനിപ്പിക്കും. കിടന്ന് കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് ദിവസങ്ങളായി. വാടക കഥയും കണക്കൊക്കെ പിന്നീടാകാം. ആദ്യം അകത്തേക്ക് പോകൂ.
വേഗമാകട്ടെ മിസ്റ്റർ മേനോൻ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ജാനു, ജാനു, എവിടെയായിരുന്നു ഇത്രയും? എന്തിനാ എന്നെ ഇങ്ങനെ തീ തെറ്റിച്ചു? ഇനി ഒരിക്കലും തീ തിന്നാതിരിക്കാൻ. ഇതെവിടുന്ന ഇത്രയും പണം? ജാനു, ഞാനിന്നൊരു വലിയ കമ്പനിയുടെ പാർട്ട്ണറാണ്. ജോലി കിട്ടാതെ മടങ്ങില്ലെന്ന് സത്യം ചെയ്തിട്ടാണ് ഉറങ്ങിക്കിടന്ന് നിന്നെ അറിയിക്കാതെ ഞാനിവിടെ നിന്ന് പോയി. പൈപ്പിലെ പച്ചവെള്ളവും കുടിച്ച് മുട്ടാവുന്ന കഥകളിലൊക്കെ മുട്ടി കടത്തിണ്ണുകളിൽ കിടന്നുറങ്ങി. ഒടുവിൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് കാട് പിടിച്ചു കിടക്കുന്ന 2 ഏക്കർ സ്ഥലം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തോ കണ്ടപ്പോൾ തന്നെ ദൈവം എനിക്ക് കാണിച്ചു തന്ന പോലെ തോന്നി. അതേപ്പറ്റി അന്വേഷിച്ചു. അവകാശികൾ തമ്മിൽ കേസിൽ കിടക്കുന്ന വസ്തുവാണെന്ന് മനസ്സിലായി. ഓരോ അവകാശിയെയും പ്രത്യേകം കണ്ടു. ഒടുവിൽ അവരെ എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എക്കാലവും കേസും വഴക്കുമായി കോടതി കയറിയിറങ്ങി നടക്കാതെ കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു കുടുംബത്തിലെ സ്നേഹത്തോടെ കഴിയേണ്ട അംഗങ്ങളാണെന്ന് മനസ്സിലാക്കി ഒത്തൊരുമയോടെ മുന്നോട്ട് പോയാൽ കേസ് വിധി പറഞ്ഞാൽ ലഭിക്കുന്നതിൽ കൂടുതൽ ലാഭം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. ഭൂമിക്ക് വില കൂടിയ ഇക്കാലത്ത് ഓണർഷിപ്പ് ഫ്ലാറ്റ് സിസ്റ്റം എന്തുമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പരസ്യം ചെയ്യാനും കൺസ്ട്രക്ഷൻ നടത്താനുമുള്ള സ്വാതന്ത്ര്യം മാത്രം എനിക്ക് വിട്ടു തന്നാൽ മതി. പിന്നെ പരസ്യം ചെയ്യാനും മറ്റ് ചില്ലറ ചിലവിനുമുള്ള തുക മതി ആരംഭത്തിൽ. പരസ്യം കൊടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ പണി ആരംഭിക്കുന്നതിനുള്ള തുക അഡ്വാൻസായി കിട്ടും. അതായിരിക്കും നമ്മുടെ കമ്പനിയുടെ മൂലധനം. ഇത് കമ്പനിയുടെ മൂലധനമാണ്. എന്തോ ബാങ്കിലിടുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കാണാൻ കൊതിച്ചിരുന്നത് പണമായിരുന്നില്ല, അങ്ങനെയായിരുന്നു. കരയാതിരിക്കുക. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ശക്തി തരേണ്ടത് നീയാണ്. മുതലാളി, മുതലാളി, കൊച്ചു മുതലാളി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു, ബോധമില്ല. ടേക്ക് ഇറ്റ് ഈസി. ഭയപ്പെടാനൊന്നുമില്ല. കുറച്ച് വിശ്രമം ആവശ്യമാണ്. അധികം സംസാരിക്കണ്ട. എടാ, നീ എന്തൊരു മഠനാണ് എന്റെ മോനെ. എന്തിനിത്ര ധൃതി കാണിച്ചു? ഞാൻ നിന്റെ സ്നേഹം ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. നീ ജയിച്ചു. സുധയുടെ മാതാപിതാക്കളെ ഞാൻ നേരിട്ട് പോയി കാണുന്നുണ്ട്. ഈ വിവാഹം ഞാൻ കഴിയുന്നതും വേഗം നടത്തും. എല്ലാം അച്ഛന്റെ ഇഷ്ടം പോലെ. അങ്ങോ? മിസ്റ്റർ ഗോപാലകൃഷ്ണൻ? അതെ, ഞാൻ തന്നെ. സുധയുടെ? സുധ എന്റെ മകളാണ്. എന്ത്? വാട്ട് എ ഗ്രേറ്റ് സർപ്രൈസ്. ജീവിതം ഒരു വലിയ തമാശയാണെന്ന് തോന്നുന്നു. എന്ത് പറ്റി സാർ? ഇരിക്കൂ, പറയാം. സോറി, ഇരിക്കാൻ പറയേണ്ടത് ഞാനായിരുന്നു. ആദ്യമായി ഇവിടെ വന്നിട്ട് ഒരു ചായ വേണമെന്ന് പോലും ചോദിച്ചില്ല. ലക്ഷ്മി, ഇതാരാണെന്ന് നോക്കൂ. മേനോൻ ചേട്ടനാ? എത്ര നാളായി കണ്ടിട്ട്. എന്താ ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത്?
ദൈവഹിതമാണെന്ന് തോന്നുന്നു. എല്ലാം ഒരു നാടകം പോലെ. ബട്ട് ഐ എം വെരി വെരി ഹാപ്പി യു നോ. ഒരു മിനിറ്റ്, ഇപ്പൊ ചായ കൊണ്ടുവരാം. ചായയുടെയും കാപ്പിയുടെയും ഒക്കെ കാര്യം പിന്നെ പറഞ്ഞു. എനിക്ക് അതിലും വലിയൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? വല്ല ബിസിനസ് കാര്യമായിരിക്കും, അല്ലാതെ എന്താ? ബിസിനസ് കാര്യം മാത്രമേ ചർച്ച ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചോളൂ. പക്ഷേ ഞാൻ നിങ്ങളുടെ ബന്ധുവാകാൻ പോകും. എന്താ തമ്മിൽ നോക്കുന്നത്? ഞാൻ വന്നത് എന്റെ മകന് വേണ്ടി ഒരു കന്യാദാനം ചോദിക്കാനാണ്. സുധയെ. സത്യത്തിൽ ലക്ഷ്മി ചായ കൊണ്ടുവാ. മിസ്റ്റർ കൃഷ്ണമേനോൻ, ക്ഷമിക്കണം, ഈ ആലോചന എനിക്ക് തൃപ്തികരമല്ല. എന്തേ അങ്ങനെ പറയാൻ? നിങ്ങളുടെ ആ വലിയ വീട്ടിൽ ഒരു പെണ്ണിനും സുഖവും സംതൃപ്തിയും ലഭിക്കില്ല. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, സത്യമാണ് മിസ്റ്റർ മേനോൻ. നിങ്ങളുടെ ഭാര്യ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഞാനും ഒരു അകന്ന സാക്ഷിയായിരുന്നല്ലോ. നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം അറിയാമായിരുന്ന സ്ത്രീ, സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ പിറകെ ഇറങ്ങി തിരിച്ച ജാനകി. അവൾക്ക് എപ്പോഴെങ്കിലും ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ഒരല്പം ആനന്ദം നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ മിസ്റ്റർ മേനോൻ?